അത് നീ ഒന്നും കൂടി കേട്ടോളി, അല്ല ബാക്കിയും കൂടി കേട്ടോളി. എന്നാല് ഇയാൾ പറഞ്ഞ് തെറ്റ് കേൾക്കണമെങ്കിൽ ഒന്ന് ഇയാൾ വിമർശിച്ച എങ്ങനെയാ ശരിക്കും പഠിച്ചോ? നിങ്ങൾ പറഞ്ഞില്ലേ എന്ത് ഒന്നാമത്തെ അവസ്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഏത് വാക്കിന്റെ അർത്ഥം? ഒന്നാമത്തെ അവസ്ഥ ഹദീസിലുണ്ടോ? അത് നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞതല്ലേ, നിങ്ങൾ ശൈഖ് ഉണ്ടാക്കി പറഞ്ഞില്ലേ? അവസ്ഥ അവിടെ ഉണ്ടോ? ഉള്ളതെന്താണ്? അൽ ഈമാൻ, ഈമാനാകുന്നത് 70 ഭാഗങ്ങളാണ്. 70 ഭാഗങ്ങളാണ്. കോണിയും കയറുന്നല്ല, കോണി കയറുവാളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഉള്ളത് കേട്ടോ, ഇവിടെ ഉള്ളത് അൽ ഈമാൻ, ഈമാൻ 70 എന്തേ ഈ പൈസക്ക് പറ്റിപ്പോയത്? 70 ഭാഗങ്ങളാണ്. എന്നാണ് വാചകത്തിന്റെ അർത്ഥം. ഹദീസിന്റെ അർത്ഥം പറയാൻ നിഹായ എന്നൊരു കിതാബിനെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹുൽ ബുഖാരി നോക്ക്, ശർഹ് മുസ്ലിം നോക്ക്, ഫത്ഹുൽ ബാരി നോക്ക്, കിതാബ് നോക്ക്. ഇനി വേണമെങ്കിൽ വേറെ ലുഗത്തിന്റെ കിതാബ്, ഭാഷന്റെ കിതാബ് നോക്ക്. അപ്പൊ ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങൾ ശരിക്കും മനസ്സിലാക്കോ? ആ ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഫ്ളലുഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിന്റെ കലിമത്ത്, തൗഹീദ്. അതില്ലാതെ പിന്നെ ഒന്നുമില്ല. ഏറ്റവും വലുതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ ഈമാനിന്റെ ഒരു പരിപാടിയില്ല. അപ്പൊ ഏറ്റവും വലുത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഅ്ലാഹാ, ഉന്നതമായത്, അഫ്ളലുഹാ, ഉന്നതമായത്, ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തതോ 70 കിട്ടും. ആ 70 ഏതാണെന്ന് പരതി നോക്കി ഇമാമിങ്ങൾ. ഖുർആനും ഹദീസും മുഴുവൻ പരതിയിട്ട് 70 ചില്ലാന് സാധനം എണ്ണിക്കണക്കാക്കി രേഖപ്പെടുത്തി വെച്ച ഇമാമിങ്ങൾ ചെറിയ വഴിയൊന്നും ഇട്ടത് അവരെണ്ണി പറഞ്ഞു എഴുതി രേഖപ്പെടുത്തിയിരുന്നത്. അതൊക്കെ നബി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ 70 ചില്ലാനം ഭാഗങ്ങളിൽ അതിലേറ്റവും താഴ്ന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത്, ഏറ്റവും താഴ്ന്നത്, ഏറ്റവും പവർ കുറഞ്ഞത് ജനങ്ങൾ വഴിപോകുന്ന സ്ഥലത്തുള്ള മുള്ള്, കല്ല്, അതുപോലുള്ള സാധനങ്ങൾ എടുത്തു നീക്കം ചെയ്യലാണ്. അതെങ്ങനെ ഈമാനാകുന്നത്? ഈമാൻ ഖൽബിലല്ലേ എന്നല്ലേ നിങ്ങളെ സംശയം? അതിന് നിങ്ങൾ സഹീഹുൽ ബുഖാരി ഒക്കെ ഒന്ന് നോക്കണ്ടേ? സഹീഹുൽ ബുഖാരി എടുത്തു നോക്കൂ. ബഹുമാനപ്പെട്ട നവവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അവിടുത്തെ സഹീഹുൽ ബുഖാരിയുടെ ശറഹ് നോക്കൂ. ഞാൻ ചുരുക്കി അങ്ങ് വായിച്ചു തരാം. പറഞ്ഞു തീർക്കാൻ ഇപ്പോൾ സമയം കാണുകയില്ല. സഹോദരന്മാര് ശരിക്കും മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ വ്യക്തമായത് പറഞ്ഞിട്ടുണ്ട്. ഈമാൻ എന്ന വാചകം പ്രവർത്തനങ്ങൾക്കും കൂടി പറയുന്ന സ്വഭാവമാണ് ഖുർആനിന്റെയും ഹദീസിന്റെയും സ്വഭാവം. കാരണം എന്താണെന്ന് നബി ഇമാം വളരെ വിശദമായി പറയുന്നുണ്ട്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം, കേട്ടോളൂ. മദ്ഹബു ജമീഇ അഹ്ലി സുന്ന, സുന്നത്ത് ജമാഅത്തുകാരായ മുഴുവൻ ആളുകളുടെയും മദ്ഹബ്, മിൻ സലഫിൽ ഉമ്മ, ഈ ഉമ്മത്തിലുള്ള മുൻഗാമികൾ, വഖലഫിഹാ, പിൻഗാമികളും, അന്നൽ ഈമാന, ഈമാൻ എന്ന് പറയുന്നത് ഖൗലുൻ, വാക്കാണ്, വഅമലുൻ, പ്രവൃത്തിയുമാണ്, യസീദു, അത് വർദ്ധിക്കും, വയൻഖുസു, അത് ചുരുങ്ങും, വൽ മഅന, ഉദ്ദേശം എന്താണ് പറഞ്ഞതിന്റെ? അല്ലദീ യസ്തഹിഖു ബിൽ അബ്ദുൽ മദ്ഹ, ഒരടിമ ആ അടിമയെ പുകഴ്ത്താൻ അർഹനാകുന്നത്, വൽ വിലായത മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുമായി അതാ ഇസ്ലാമിക ബന്ധം പുലർത്താൻ അർഹനാകുന്നത്, ഹുവ ഇത്യാനുഹു ബിഹാദിഹിൽ ഉമൂരി, ഈ 3 കാര്യങ്ങൾ അസ്സലാസത്തി 3 കാര്യം കൊണ്ടുവരലാണ്. അത്തസ്ദീഖു ബിൽ ഖൽബി, മനസ്സുകൊണ്ട് ഉറപ്പിക്കലാണ്, വൽ ഇഖ്റാറു ബിൽ ലിസാനി, നാവ് കൊണ്ട് സമ്മതിച്ച് മൊഴിയലുമാണ്, വൽ അമലു ബിൽ ജവാരിഹി, അതുപോലെ അവയവങ്ങൾ കൊണ്ട് ശരീരം കൊണ്ട് പ്രവർത്തിക്കലുമാണ്. വദാലിക, അതെന്താണത്? അന്നഹു ലാ ഖിലാഫ ബൈനൽ ജമീ, ഒരു പണ്ഡിതനും തർക്കമില്ല. അന്നഹു ലൗ അഖറ വഅമില ബിൽ ഇഅ്തിഖാദിൻ, ഒരാള് വിശ്വസിക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു, എന്നാലോ അവ ഇത്തക്കഥവാമില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്തു? ഒരാൾ വിശ്വസിച്ചു, നിസ്കരിക്കൊക്കെ അതും ചെയ്തു, പക്ഷെ ബിലിസാനിഹി, നാവ് കൊണ്ടൊക്കെ നിഷേധിച്ചു. ലാ യകൂനു മുഅ്മിനൻ, അയാൾ മുഅ്മിനാവൂല. ഫകദാ ഇദാ അഖറ വഅതഖദ, ഇതുപോലെ ഒരാൾ സമ്മതിച്ചു പറഞ്ഞു, വിശ്വസിക്കുകയും ചെയ്തു, വലം യഅമലിൽ ഫറായിദ,
ഫർളായ സംഗതി ഒന്നും അയാൾ കൊണ്ടുവന്നില്ല. അയാളെ നിരുപാധികം മൂമിൻ എന്ന് പറയൂല. ഇമാമികളെ തെളിവ് പറയാണ്. എന്താ തെളിവ്? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ അല്ലദീന യുഖീമൂന സ്വലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. മുഖ്താറുമായിട്ട് ക്ലാസ്സിൽ പോയിട്ട് അതാ ഖുർആനിനെതിരെ ഇസ്ലാമിനെതിരെ ആശയം പഠിച്ച് കേരളത്തിൽ വന്ന ഫൈസി ചോദിക്കട്ടെ, ഈ ആയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹു പറയുന്നു ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, ശരിയായ മുഅ്മിനീങ്ങൾ അവരാണ്. ആര്? അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ പറയപ്പെട്ടാൽ അവരെ മനസ്സ് പടക്കും. ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അവരത് അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതപ്പെടുമ്പോൾ ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ റബ്ബിന്റെ മേൽ ബലമേൽപ്പിക്കും. പിന്നെയോ എങ്ങനെ പ്രവൃത്തി, എങ്ങനെ ഈമാനാകുക? നിങ്ങളെ ചോദ്യല്ലേ? ഒരാൾ അല്ലാഹു പറയുന്നത് വല്ലദീന യുഖീമൂന സ്വലാഹ, അതേ നിസ്കാരം മുറക്ക് നിർവഹിക്കുന്നവർ, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നമ്മൾ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവർ, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അപ്പൊ ഈമാൻ എന്നതിൽ നിസ്കാരം വന്നു, ഈമാൻ എന്നതിൽ സകാത്ത് വന്നു, ഈമാൻ എന്നതിൽ എന്നൊക്കെ വന്നു. അപ്പൊ ഈമാൻ എന്ന പ്രയോഗം അത് പരിശുദ്ധ ഖുർആനിൽ പ്രവർത്തനങ്ങൾക്കും പറയുന്നു, വിശ്വാസത്തിനും പറയുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളാ സുന്നത്ത് ജമാഅത്തിൽ ആ വിഷയത്തിൽ തർക്കമില്ല. ഇമാം നബവി റളിയല്ലാഹു അൻഹു സറഹുൽ ബുഖാരിയിൽ അതാ എടുത്തുദ്ധരിക്കുന്ന ഇബ്നു ബത്താൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. എന്നാൽ നമ്മളെ മുഖ്താർ മാഷി ചോദിച്ച ചോദ്യം എന്താ? അത് നല്ല ചോദ്യ. എന്ത് ചോദ്യം? എന്താ ചോദിച്ചത്? ഈമാനെന്ന് എങ്ങനെ കൗലിന് പറയാ? ഈമാനെന്ന് എങ്ങനെ പ്രവർത്തിക്ക് പറയാ? ഈമാനെന്ന് എല്ലാത്തിനും പറയും. അതുകൊണ്ടാണ് ബുഖാരി വരിക്കണം എഞ്ചിനീയർ ആയാൽ ഇസ്ലാം ദീനിന്റെ കാര്യം പറയാൻ പറ്റൂല, അതിന് മുസ്ലിയാരാകണം, പണ്ഡിതനാകണം. ബുഖാരി വരിക്കൂ ബാബുത്തിബായിൽ ജനായിസി മിനൽ ഈമാൻ, ജനാസന്റെ കൂടെ പോകൽ ഈമാനിൽ പെട്ടതാണെന്ന ബാബ്. ബാബു സ്വലാത്തി മിനൽ ഈമാൻ, നിസ്കാരം ഈമാനിൽ പെട്ടതാണെന്ന ബാബ്. ബാബുൽ ജിഹാദി മിനൽ ഈമാൻ, ജിഹാദ് ഈമാനിൽ പെട്ടതാണെന്ന ബാബ്. ഖിയാമു ലൈലത്തുൽ ഖദ്രി മിനൽ ഈമാൻ, ലൈലത്തുൽ ഖദ്റിന്റെ നിസ്കരിക്കൽ ഈമാനാണെന്ന് പറയുന്ന ബാബ്. ഖിയാമു റമളാന മിനൽ ഈമാൻ, ബാബു മൻ ഖാല ഇന്നൽ ഈമാന ഹുവൽ അമലു. എത്ര ബാബുകളാണ് ബുഖാരിയിൽ. പ്രവർത്തനങ്ങൾ ഈമാൻ എന്നത് എന്ന വാക്ക് അത് പ്രവർത്തികൾക്കും പറയും. മനസ്സിലുള്ള വിശ്വാസത്തിന് മാത്രം പറയുന്നതല്ല. ബുഖാരി ഓതണം, ഖുർആൻ പഠിക്കണം, എഞ്ചിനീയർ ആയിട്ട് മതം പറയാൻ നടക്കരുത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ?